ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ നമ്മൾ കണ്ടതുപോലെ ഹോം ടൂറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീടായിരിക്കും എന്ന്. എന്നാൽ ഒരിക്കലല്ല, എൻ്റെ വീടല്ല. ഞങ്ങളിപ്പോൾ അടുത്തൊരു മാരേജ് ഫംഗ്ഷന് പോയായിരുന്നു. ആ ഫംഗ്ഷന് പോയപ്പോൾ ഞങ്ങൾ ഇന്നൊരു വീടാണ് കേട്ടോ. നമുക്ക് കാണാം, ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. അത്യാവശ്യം വലിയ വീടെന്ന് പറഞ്ഞാൽ അത്ര വലിയ വീടാണ് കേട്ടോ. സൂപ്പറാണ്. ഇത് ഹോളാണ് കേട്ടോ. നമ്മളെല്ലാവരും വന്നു കഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഇത് ഒരു വലിയ ഹോൾ തന്നെയാണ്. എന്നാൽ അവിടെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഓൾമോസ്റ്റ് എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വരുമ്പോൾ ഹോളിലേക്കാണ് വരുന്നത്. ആ ഹോളിൻ്റെ അവിടെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ആ വെള്ളം ചാടാനായിട്ടുള്ള നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. സൂപ്പറാണ് കാണാൻ. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ നടന്നില്ല. അപ്പോൾ ചാടുള്ള സംഭവമാണ്. പിന്നെ ഇരിക്കുന്ന ഊഞ്ഞാലയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതുപോലെ ഇത് ഒരു വലിയ റൂം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെയും ഒരു റൂമുണ്ട്. ഇതും അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. പിന്നെ ഇത് സ്റ്റെയർകേഴ്സ്. അതിൻ്റെ മേലോട്ട് ഞാൻ കയറിയിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല, അവിടെ റൂം ഉണ്ടോയെന്നും അറിയില്ല. പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യണത്. പിന്നെ വലിയ TV ഉണ്ട് അവിടെ. പിന്നെ ഈ റൂമിലാണ് ഞങ്ങൾ കിടന്നത്. ഇതിൻ്റെ ഉള്ളിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് പോലെയുണ്ട്. പിന്നെ അവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോളിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു മിററൊക്കെ വെച്ചിട്ടുണ്ട്. വാഷ് ബേസിനൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ആണിത്. പിന്നെ അവിടുത്തെ ആ ചേട്ടന് കിട്ടിയ ഗിഫ്റ്റ് സംഭവങ്ങൾ ട്രോഫിയൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ കറണ്ട് അടുപ്പൊക്കെ ഇരിക്കുന്നത്. ഒരു ഫ്രിഡ്ജും അവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ അടുപ്പില്ലേ, അതൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, സാധാ അടുപ്പ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഇങ്ങനെ കിടക്കാനുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇത് ബാക്ക് സൈഡാണ് വീടിൻ്റെ. പിന്നെ വീടിൻ്റെ ബാക്കിലൊരു പുഴയുണ്ട്, മൂവാറ്റുപുഴയില്ല, ആ മൂവാറ്റുപുഴ ഇത് തന്നെയാണ്. അപ്പോൾ വീട് നല്ല പൊക്കത്തിലാണ്. അതിന് തൊട്ട് താഴെ ഒരു പാടമാണ്. തൊട്ട് താഴെ ആണ് ഈ പുഴയുള്ളത്. അപ്പോൾ ഇതെവിടെ ഒരു പോസ്റ്റ് കാണുന്നില്ലേ, ഞാനിപ്പോൾ കാണിച്ചത്. ആ പോസ്റ്റിൻ്റെ മുകൾ വശം വരെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വെള്ളം വന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അവർ പറഞ്ഞു ശരിക്കും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വെള്ളം ഇതാ ആ പോസ്റ്റിൻ്റെ മുകൾ വശം വരെ വെള്ളം വന്ന് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ അവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു. അവരെ വീണ്ടും മുറ്റം വരെ മാത്രമേ വെള്ളം വന്നിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മുകളിലത്തെ നിലയിലേക്ക് മാറ്റിയിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് മാറി താമസിച്ചു. പിന്നെ ഇവിടെ ആഞ്ഞിലി ചക്കയൊക്കെ അല്ല, ആഞ്ഞിലി ചക്ക അതൊക്കെ കുറേ അവിടെ പഴുത്തങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുഴ ഏകദേശം എത്താറായിട്ടുണ്ട്. അത് ആ കാണുന്നതാണ് പുഴയ്ക്ക് പോണ വഴി. ഞങ്ങൾ രണ്ടിന് മാത്രമുണ്ട്. കാരണം വീണ് തൊട്ട് താഴെ തന്നെയല്ലേ. കാരണം എല്ലാവരും നേരത്തെ തന്നെ വന്ന് പുഴ കണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടിനും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടിനും കൂടി പുഴ കാണാൻ പോയി. അപ്പം ഇതാണ് നമ്മൾ പുഴയ്ക്ക് ഇറങ്ങണ ആ വഴിയാണ് ആ കാണുന്നത്. അവിടെ വലിയ പുഴ കേട്ടോ. പിന്നെ അവിടെ ഒരു പാലമുണ്ട്. ആ പാലാണ് ആ കാണുന്ന പാലം. ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അതാ കാണുന്ന പാലം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പുഴയൊക്കെ കണ്ട് തിരിച്ചു പോന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വീട് കേട്ടോ. വലിയൊരു മിറ്റൊക്കെയാണ് അവിടെ. കുറേ അപ്പുറ സൈഡിലൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, പേരയ്ക്കമരം, അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാർ പോർച്ച് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.